ജോലി സംബന്ധമായിട്ട് അതിരപ്പള്ളിയിലേക്ക് മാറിയിട്ട് ഒരുപാട് നാളായെങ്കിലും ആനകളെ കാണാൻ പോകാനുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെയോ തിരക്കുകളും കാര്യങ്ങളായിട്ട് അത് നടന്നിട്ടുണ്ടായില്ല. പിന്നെ നമുക്ക് അവിടെ ഉള്ളൊരു ചുറ്റുപാടും അവിടുത്തെ ലോക്കലിലുള്ള കണക്ഷൻസ് എല്ലാം വെച്ചിട്ട് നമ്മുടെ ഒരു നിതീഷ് ചേട്ടനുണ്ട്. പുള്ളിയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിൽ പൊതുവെ ഗസ്റ്റുകളെയും കൊണ്ടൊക്കെ രാവിലെ ആനയെ കാണിക്കാനും കാര്യങ്ങളൊക്കെ ഇട്ട് പോകുന്നത്. അപ്പോൾ പുള്ളിയോട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു എപ്പോൾ വേണേൽ പോവാടാ, നീ നിൻ്റെ ഫ്രീ ടൈം നോക്കിയിട്ട് പറയും, നമുക്ക് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു സമയത്തിപ്പോൾ എനിക്ക് ഏകദേശം ബോധ്യമായി ഞാൻ ആ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇറങ്ങാനുള്ളൊരു ടൈമായി തുടങ്ങി. അപ്പോൾ ഇപ്പോൾ കിട്ടിയുള്ള നല്ലൊരു ചാൻസ് ആണെന്ന് വിചാരിച്ചിട്ട് രണ്ടും കൽപ്പിച്ചിട്ട് ഒരു ദിവസം നിതീഷ് ചേട്ടൻ്റെ ഒഴിവ് സമയം പോലെ നോക്കിയിട്ട് ഞാനും പുള്ളിയും കൂടെ, മറ്റേത് പോകുമ്പോൾ ഒരുപാട് പിള്ളേരെ കൊണ്ട് പോകാമെന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നു. പക്ഷേ ലാസ്റ്റിലേക്ക് ഞാനും പുള്ളിയും മാത്രം പുള്ളിയുടെ കാർ എടുത്തിട്ട് രാവിലെ ഏകദേശം ഒരു 6 മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. ഏഴാറ്റുമുഖം ഈ അതിരപ്പള്ളി എന്നൊക്കെ പറയുന്നൊരു ഏരിയയിൽ പൊതുവെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. കാട്ടാനകളുടെ സ്ഥിരം സ്പോട്ട് ചെയ്യുന്നൊരു ഏരിയയാണ്. അതിൽ തന്നെ ഒരുപാട് എന്താ പറയുക, ആളുകളോട് ഇണങ്ങി ജീവിക്കുന്ന ഒരുപാട് കാട്ടാനകളുണ്ട്. എല്ലാവർക്കും അറിയുന്ന ഏഴാറ്റുമുഖം ഗണപതി. നമ്മൾ പോയപ്പോൾ ആനനെ കാണാൻ പറ്റിയില്ല, പക്ഷേ രാവിലെ തന്നെ സ്പോട്ടിങ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിരുന്നു. തൊട്ടടുത്ത് തന്നെ ഏകദേശം ഒരു 3, 4, 5 ആനകളെ കിട്ടിയിരുന്നു. ഒരു 2 ആനയുടെ ഒരു കൂട്ടവും പിന്നെ ഒരു ആന ക്രോസ് ചെയ്ത് വരുന്നതും. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. എങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക്. രാവിലെ പോയിട്ട് നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. കണ്ടു നൈസായിട്ട്. ഞാൻ കുറച്ച് റീൽ എടുക്കാനുള്ള ഫോട്ടോസും വീഡിയോസും എടുത്തു. നിതീഷ് ചേട്ടൻ ക്യാമറ കൊണ്ടുവന്ന് പുള്ളിക്കുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ നിന്നു. പിന്നെ നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ പെട്ടെന്നൊരു മഴയൊക്കെ വന്ന സമയത്തേക്ക് ഉണ്ടായിരുന്ന ആന പെട്ടെന്നൊക്കെ കയറി പോകുന്നതും, അങ്ങനെ നമ്മൾ ഇതുവരെ ലൈഫിൽ കാണാത്തൊരു അല്ലെങ്കിൽ ഇതുവരെ അനുഭവിക്കാത്തൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. കാട്ടാനകളൊരു ക്ലോസ് ഡിസ്റ്റൻസിൽ കാണുക, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് നിന്നിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, ഫോട്ടോസ് എടുക്കുക, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആ സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ നോർമലി നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്നൊക്കെ പോയിട്ട് ചെല്ലുമെന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ആക്സസ് കിട്ടാത്തൊരു ഏരിയയാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഇത്രയും നാളെ ഞാൻ വർക്ക് ചെയ്തിട്ട് ഈ ആനകളുടെ ക്രേസും എല്ലാം ഉണ്ടായിട്ട് നമുക്കങ്ങനെ പോകാൻ പറ്റാതിരുന്നത് വലിയൊരു നഷ്ടം തന്നെയായിരുന്നു. പക്ഷെ എന്തായാലും അന്നങ്ങനെ കാണാൻ വേണ്ടി പോകാൻ തീരുമാനം എടുത്തതും പോയതും എല്ലാം കൊണ്ടും ലൈഫിലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വൺസ് ഇൻ എ ലൈഫ് ടൈം ഈ ഒരു ഏരിയയിൽ നമ്മൾ പോകണം. ആനനെ ഇഷ്ടപ്പെടുന്ന, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന രീതിയിൽ അതിൻ്റെ ഇത് നമുക്ക് കാണണം എന്നുണ്ടെങ്കിലോ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിലോ എന്തായാലും നിങ്ങൾക്ക് പോകാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് ഈ അതിരപ്പള്ളി ഏഴാറ്റുമുഖം റൂട്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ പോകുന്ന സമയത്ത് ഏകദേശം ഒരു 6 മണിയോടുകൂടെയൊക്കെ ഏഴാറ്റുമുഖം എത്താൻ പറ്റുകയാണെങ്കിൽ അവിടെ ചെക്ക് പോസ്റ്റ് കടന്ന് പോകാം. ശല്യപ്പെടുത്താതെ മാന്യമര്യാദക്കൊക്കെ ആനേനെ കണ്ട് അവിടെ ഉണ്ടായിരിക്കും. ഒട്ടുമിക്ക ദിവസങ്ങളിൽ അവിടെ ആനേനെ സ്പോട്ട് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ അതിൻ്റെ വന്യതയിലേക്ക് വിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കാണികളായിട്ട് നിന്ന് നമുക്ക് വേണ്ട രീതിയിൽ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുക, അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള രീതിയിലേക്ക് പോകുകയാണെങ്കിൽ യാതൊരു കുഴപ്പമുണ്ടാവില്ല. നേരെ മറിച്ച് പലരും കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്, അങ്ങനത്തെ രീതിയിലേക്ക് ചെല്ലുമ്പോൾ അതിനെ വെറുതെ